അപ്പോൾ ജ്യൂസ് കട, പതിവ് പോലെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണൻ. ಜಗಳ ಮಾಡಬೇಕಂದ್ರೆ ಅಂಗಡಿಗೆ ಆಚೆ. അവിടെ വെച്ചാണ് റെഡ്ഡി അണ്ണനെ ആദ്യമായി കാണുന്നത്. വിത്ത് സോഡ ഓപ്പണർ. അന്ന് മുതൽ അണ്ണൻ റെഡ്ഡിയുടെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തു. ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ചെലവില്ല. കള്ളിന് ദുഡിന് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. കൊണ്ട് മാത്രം ഞങ്ങൾ കൂടെ ആര് നിങ്ങളാണ് കുറെ വർഷം മേലെ ക്യാഷിലാ വേണ്ടിയത്. നിങ്ങൾ എന്റെ മേലെ ഫുള്ളാക്കിയില്ലേ? നിനക്ക് ബോറടിച്ച? ഇല്ല, ബോറൊന്നും അടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. ராஜாவுக்கு எல்லாரும் சொல்லு இவனை குருவானாயும் ஜனத்திரக்க காலம் நடுக்கு வச்சால் சொர்க்கம் போலும் மன்னர் இல்லும் இல்லும் அன்னத்தனி நாடு குலம் இல்லும் இல்லும் அன்னத்தனி நாடு വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷം. അപ്പം മച്ചന്മാരെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു റിക്രൂട്ട്മെൻറ്റ് വീഡിയോ പോലെ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നിങ്ങളെ ഇൻഫോം ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരിൽ പലർക്കും അറിയാം, എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലാൻ ഉണ്ടായിരുന്നു. ആദ്യം പബ്ജി മൊബൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം ഞാൻ പബ്ജി ബാനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും BGMIയിലും അതേപോലെ തന്നെ പബ്ജിയിലും സ്പ്ലിറ്റ് ആയിപ്പോയി. അങ്ങനെ എന്തെങ്കിലും കുറേ നാൾക്ക് ശേഷം തന്നെ ആ ഒരു ക്ലാൻ നന്നായിട്ട് കൊണ്ടുപോയി. അതേപോലെ വളരെയധികം ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോയി. പിന്നീട് ഞാൻ നാട് വിട്ടു, മറ്റൊരു രാജ്യത്തേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റേതായ പ്രോബ്ലംസ് കാരണം എനിക്ക് BGMI കളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പബ്ജി മൊബൈൽ എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ 10 മാസം കൊണ്ട് ഞാൻ മറ്റൊരു ക്ലാനിനകത്തായിരുന്നു. എന്തായാലും ആ ഒരു ക്ലാനിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ആ ഒരു ക്ലാൻ മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ക്ലാൻ മെമ്പേഴ്സിന് ഒരു പ്രശ്നവും പറ്റണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഒരു ക്ലാനിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എൻ്റെ കൂടെ എൻ്റെ കൂടെ കളിച്ചിരുന്ന എൻ്റെ ലൈനപ്പിലുള്ള 4-5 പേര് മാത്രമാണ് അപ്പോൾ എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ ഞങ്ങൾക്കൊരു ക്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ക്ലാൻ ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു ക്ലാൻ ഉണ്ടാക്കി. പക്ഷേ അതിനകത്ത് മെമ്പേഴ്സിന് ആവശ്യമായതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ ഇപ്പോൾ കളിക്കുന്ന മൊത്തം യൂറോപ്യൻ പ്ലേയേഴ്സാണ്. ലെഗസി സ്പോർട്സ് എന്നാണ് ഈ ഒരു ക്ലാൻ്റെ പേര്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏഷ്യയിലും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും കളിക്കുന്ന ഒരു 4 പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ 5 പ്ലേയേഴ്സിനെ വെച്ച് ഏകദേശം ടോട്ടൽ ഒരു 10-15 പ്ലേയേഴ്സിനെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാനിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പബ്ജിയുടെ പ്രൊഫൈലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് അയച്ചു തന്നാൽ മതി. സോ ഞാനത് നോക്കിക്കോളാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മച്ചന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാനൊന്നും ഇല്ലാതെ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനൊപ്പം ഇല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാനിലേക്ക് വരാവുന്നതാണ്. ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് കേട്ടോ. മച്ചന്മാരെ ഒരേ പൊളി ഒരേ മൈൻഡ്. സോ നിങ്ങൾ ആ മുകളിൽ കണ്ട ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ID ജസ്റ്റ് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ജസ്റ്റ് ആ ID സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്കൊന്ന് റിക്വസ്റ്റ് അയച്ചാൽ മതി. സോ താല്പര്യമുള്ള ആൾക്കാർ വിത്ത് റീനെയിം കാർഡ് ഉണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. കാര്യത്തിന് ക്ലാനിൽ വരുമ്പോൾ പേര് മാറണം, അത് വേറെ കാര്യം. അപ്പോൾ എല്ലാ മച്ചന്മാരും താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് DM അയക്കുക. എത്ര പൈസ വരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷെ ആരൊക്കെ വന്നാലും 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. വാ മക്കളെ, വാ, ഒറ്റ മൈൻഡ് വാ. ഗെയിമിനേക്കാൾ മുകളിൽ ഫ്രണ്ട്ഷിപ്പിനും അതേപോലെ സ്നേഹത്തിനും വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കൂടെ നിന്ന് ചതിക്കുന്ന പരിപാടി അല്ലെങ്കിൽ കുതുകാല് വെട്ടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരരുത്. അതേപോലെ തന്നെ മാക്സിമം ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ പോലും എന്തായാലും ഞാൻ വല്ലപ്പോഴും വരും എന്നുണ്ടെങ്കിലും മൈൻഡാണെങ്കിൽ പോലും നമുക്ക് ഓക്കെയാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ എല്ലാവരോടും പെരുമാറാനും അതുപോലെ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാനും നമുക്ക് ഒരുമിച്ച് സാധിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. സോ
ബൈ. വരണേ, ഹൃദയം തരണേ കേട്ടാ. പോയിട്ട് വരാം.